ഹലോ ഗായ്സ്, ദിസ് ഇസ് ജിതു സോൺ സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പുട്ടാണ് ഗൈസ്. ഈ പുട്ട് കഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് തള്ളാം. പുട്ട്, പഴത്തോരൻ, പഴം, ഏത്തപ്പഴം, ആകെ ഒരൊറ്റ പഴം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുഴുങ്ങാനൊന്നും നിന്നില്ല, അങ്ങനെ അങ്ങ് കഴിച്ചു. പിന്നെ ചൂട് ചായ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഏത്തപ്പഴം എനിക്ക് പുഴുങ്ങി കഴിക്കാനാണ് ഇഷ്ടമെന്ന്, പക്ഷേ ഒരെണ്ണം ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങോട്ട് പുഴുങ്ങാനൊന്നും നിന്നില്ല. അപ്പോൾ അതങ്ങോട്ട് ആസ്വദിച്ച് കഴിച്ചു. ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാട്ടോ ഞാൻ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചത്. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കുക്കെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ്. എൻ്റെ നാവിലേക്ക് ആദ്യത്തെ രുചിക്കൂട്ട് പകർന്നു തന്നത് എൻ്റെ അമ്മയാണ്. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ തന്നെയല്ലേ? അമ്മമാരില്ലാത്തവർക്ക് ചില അച്ഛന്മാരൊക്കെ ആയിരിക്കാം, എങ്കിലും അമ്മയാണ് ഞാൻ ആദ്യത്തെ കുക്കായിട്ട് കണ്ടിരിക്കുന്നത്. നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഒന്ന് പറയട്ടോ, കാരണം അവർക്ക് അതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ പുട്ടും പഴവും കഴിച്ചിട്ട് ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ക്യാമറയിലേക്ക് നോക്കി കഴിക്കുമ്പോഴത്തേനും നമ്മൾ നോർമലി ഇരുന്ന് കഴിക്കുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ തിങ്ക് ചെയ്യും. ഇത് ക്യാമറയിൽ ഇരുന്ന് കഴിച്ചുകൊണ്ട് ക്യാമറയിലേക്ക് നോക്കി ഇരുന്ന് കഴിക്കുമ്പോഴത്തേനും അയ്യോ ക്യാമറ കാണുന്നുണ്ടല്ലോ, അതിൽ കൂടെ വേറെ ആരെങ്കിലും കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു തിങ്കിങ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് ആ സെയിം പയർ തോരനും പിന്നെ അയിലക്കറി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ മാങ്ങ തിരുമ്മിയത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഉച്ചയ്ക്ക് ലഞ്ചിനുണ്ടായിരുന്നത്. ഇതും കൂട്ടി അങ്ങോട്ട് കഴിച്ചു. പക്ഷേ എനിക്ക് എന്തോ ഇന്നത്തെ ലഞ്ച് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വിശപ്പൊക്കെ സഹിച്ചിരുന്ന് അങ്ങനെ കഴിച്ച്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഒരു ഐസ്ക്രീം ഇരിപ്പുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചല്ല കേട്ടോ. ഇവിടുത്തെ പട്ടിക്കുട്ടി ഉണ്ടല്ലോ, പട്ലു, അവന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്ക് കഴിക്കാൻ തോന്നിയത് കൊണ്ട് അതങ്ങോട്ട് എടുത്ത് അത് കഴിച്ച്. വാനില ഫ്ലേവറാണ്, അവൻ അത് മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ ഇന്ന് വൈകിട്ട് ചിക്കനായിരുന്നു കേട്ടോ. പുറത്ത് പോയി ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴോ ചിക്കനും ചപ്പാത്തിയും ചിക്കനും ഇത് കഴിക്കാനായിട്ട് തോന്നിയത്. അപ്പോൾ അങ്ങനെ തന്നെ വാങ്ങി വന്നു വേഗം തന്നെ മസാലയൊക്കെ തേച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഫ്രൈ ചെയ്യുന്നില്ല. നമ്മളിവിടെ പല രീതിയിൽ കറി വയ്ക്കാറുണ്ട്. ഫ്രൈ ചെയ്തിട്ട് കറി വയ്ക്കാറുണ്ട്, ചിക്കൻ വറുത്തരച്ചിട്ട് കറി വയ്ക്കാറുണ്ട്. അങ്ങനെ ഇതിപ്പോൾ ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് സവാളയും ഇതെല്ലാം വാട്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഇതിനകത്തോട്ട് അധികം മസാലയൊന്നും ഇടുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിൽ ചിക്കൻ മസാലയല്ല, ഞാനിവിടെ നമ്മുടെ കൂട്ടുകളുണ്ടല്ലോ അതൊക്കെ പൊടിച്ചതാണ് കൂടുതൽ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പിന്നെ തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ചെടുത്ത ഗരം മസാലയുടെ കൂട്ട്, അതൊക്കെ മാത്രം, ഉപ്പ്, ഇതൊക്കെ മാത്രം കേട്ടോ അതിൽ പുരട്ടി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ ചിക്കൻ കറിയും നമ്മുടെ ചപ്പാത്തിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഈ ചിക്കൻ കറി അടിപൊളിയാട്ടോ. ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് വെള്ളവും വേറെ മസാലാസൊന്നും എക്സ്ട്രാ ചേർക്കാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പുരട്ടി എടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ പെരട്ട് ചിക്കൻ. ടാറ്റാ.